സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 25ആയി. 4 പേരെ കാണാതെയായി. 10 പേർക്ക് പരിക്കേറ്റു. 52 വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ് കേരളത്തിൽ പെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ദുരിതം കേരളീയർ അനുഭവിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണം ഇപ്പോൾ 25ആയി. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ന് 5 പേരാണ് മരിച്ചത്. അതിൽ 3 ഇന്നലെ കാണാതായവരുടെ അടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടുകൂടിയാണ് മരണസംഖ്യ 25ആയി ഉയർന്നത്. അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതനുസരിച്ചാണ് 25 പേർ മരിച്ചു. 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൽ നമുക്കറിയാവുന്ന പോലെ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അവിടെ 5 പേരാണ് മരിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പുകളുടെ കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 418 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 143 ക്യാമ്പുകൾ. കോട്ടയത്ത് 135 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് വന്നാൽ അവിടെ 22 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ക്യാമ്പുകളിലായി ഇപ്പോൾ 18,434 പേരാണ് ക്യാമ്പുകളിൽ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ഈ 1-ാം തീയതി മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ, പ്രത്യേകിച്ച് പിന്നീട് മലബാർ മേഖലകളിലും അടക്കം ഈ മഴ ദുരിതം. പത്തനംതിട്ടയിൽ നിലവിൽ ദുരിതം അങ്ങനെ തന്നെ തുടരുകയാണ്. ആറന്മുളയിൽ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളം പഴയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ വെള്ളത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. വീടുകളിലേക്ക് മടങ്ങാൻ ഇപ്പോഴും ആളുകൾക്ക് പത്തനംതിട്ടയിലൊന്നും നിലവിൽ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ വെള്ളം ഒഴുകിയെത്തിയതോടുകൂടി ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ മേഖലയിലും ഒക്കെ പല ഭാഗങ്ങളിലും ഈ മാന്നാർ അടക്കമുള്ള ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെ അനുഭവപ്പെടുകയാണ്. വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ MC റോഡിലടക്കം വെള്ളം ഉയരുന്നൊരു സാഹചര്യവും ഉണ്ട്. ഏതായാലും ഇന്നിപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യവും കൂടിയുണ്ട്. അതീവ ജാഗ്രത തുടരുകയാണ്. ഏതായാലും 25 പേരാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ 4 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചത്. 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 400ഓളം ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ശരി, കേരളത്തിൽ നമ്മൾ കണ്ടതാണ് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മാസം ഓഗസ്റ്റ് 1 മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ മാത്രം 25 മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണം കോട്ടയത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോറാണ്.